ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അനന്ത് പുതിയ മൊബൈൽ മേടിച്ചു ആരോ പറഞ്ഞിട്ടുമല്ലോ, കിട്ടിയോ? എങ്ങനെയുണ്ട്? നല്ല ഇതാണോ? ഒക്കെ ശരിയാണ്. നമുക്കിപ്പം ഓൺലൈൻ ക്ലാസ്സിനൊക്കെ മൊബൈൽ കൂടി, പക്ഷേ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കണം, മൊബൈൽ വാച്ചിങ് ടൈം കൂടിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല. ആവശ്യത്തിന് ഉപയോഗിക്കാതെ കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു എഡ്യൂക്കേറ്റീവ് വാല്യൂ ഉള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അത് കഴിഞ്ഞത് ക്ലോസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റുള്ള ഒരുപാട് കാര്യങ്ങൾ മൊബൈലിലുണ്ടാവും. നമ്മളിങ്ങനെ നോക്കി നമ്മുടെ എല്ലാ സമയവും അതിൽ പോവുകയും ചെയ്യും, നമുക്ക് മുന്നോട്ടുള്ള വഴി അടയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ലിമിറ്റഡ് ടൈമേ നോക്കാൻ പാടുള്ളൂ. ആ ടൈം കൂടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, കൂടുന്നുണ്ടെങ്കിൽ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് CBSE മാത്സ് ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 14 പ്രാക്ടിക്കൽ ജിയോമെട്രിയുടെ പാർട്ട് 2. പോവാം, അതിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൂളർ ആൻഡ് കോമ്പസ് കൺസ്ട്രക്ഷൻസ്. ഈ നമ്മൾ ഇന്നലെയൊക്കെ പരിചയപ്പെട്ട ടൂൾസ് ഉപയോഗിച്ചിട്ട് പല ജിയോമെട്രിക്കൽ ഷേപ്സും വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ല, നമ്മൾ ഈ ഉള്ള ടൂൾ വെച്ചിട്ട് ഓരോ പിക്ചേഴ്സ്, ഓരോ ജിയോമെട്രിക്കൽ പാറ്റേൺസ് വരയ്ക്കുന്നതിനെ നമ്മൾ കൺസ്ട്രക്ഷൻ, അപ്പോൾ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് ഇന്നും നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? റൂളർ ആൻഡ് കോമ്പസ് കൺസ്ട്രക്ഷൻ, റൂളറും കോമ്പസും വെച്ചുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ റൂളർ എന്തിനാണ് ഉപയോഗിക്കുക? റൂളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെയിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മറ്റേ റൂളറല്ല. റൂളർ ടു ഡ്രോ ലൈൻസ്. കോമ്പസ് എന്തിനാണ് ഉപയോഗിക്കുക? ടു ഡ്രോ ആർക്സ്. കോമ്പസിൻ്റെ ഇങ്ങനെയല്ലേ, ആ ഒരു റൗണ്ട് ഷേപ്പിലല്ലേ വരിക. അപ്പോൾ കോമ്പസ് ടു ഡ്രോ ആർക്സ്, റൂളർ ടു ഡ്രോ ലൈൻസ് അല്ലേ. ഇതിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം, ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും തിൻ ലൈൻ ആയിരിക്കും, അപ്പോഴാണ് കൺസ്ട്രക്ഷൻ ബ്യൂട്ടിഫുൾ ആവുക. അപ്പോൾ തിൻ ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഷാർപ്പ് എഡ്ജ് വേണം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്ത് പോയിൻറ്റഡ് ആക്കി നിർത്തി കഴിഞ്ഞാൽ തിൻ ലൈൻ വരയ്ക്കാൻ പറ്റും. പെൻസിലിൻ്റെ ഷാർപ്പ്നെസ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ലൈനിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടി വരും അല്ലേ. അവസാനം പെൻസിലൊന്ന് ഒടിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ ഡബിൾ വരെയാവും. അപ്പോൾ പെൻസിൽ എപ്പോഴും നന്നായിട്ട് മറ്റേ പെൻസിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഷാർപ്പാക്കി വെക്കണം. അതുമാതിരി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എഡ്ജസും, എസ്പെഷ്യലി സ്കെയിലിൻ്റെ എഡ്ജ് എപ്പോഴും ന്യൂ ആയി നല്ല സ്ട്രെയിറ്റ് കൃത്യമായിട്ടിരിക്കണം, ഫൈൻ എഡ്ജായിരിക്കണം. കുറച്ച് പഴക്കം ചെന്ന സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക കാണിച്ചാൽ, പഴക്കം ചെന്ന സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് അറിയൂ? ഇവിടെ ഈ എഡ്ജിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയ കുഴികൾ രൂപപ്പെടും, പൊട്ടിപ്പോയിട്ട് എഡ്ജ് പൊട്ടിപ്പോയിട്ട്. അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ആ കുഴിയിലേക്കൊന്ന് ഇറങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയാവും അല്ലേ, വേവ് മാതിരി വരയ്ക്കും. അപ്പോൾ നല്ല എഡ്ജ് നല്ല ക്ലിയർ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കണം. അതായത് നമ്മൾ നന്നായിട്ട് ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ സാധനങ്ങൾ നമ്മൾ കേടുകൂടാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുമാതിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കയ്യിൽ 2 പെൻസിൽ ഉണ്ടാവണം. അതായത് കോമ്പസിൽ നമ്മൾ ഫിക്സ് ചെയ്തൊരു പെൻസിൽ, അല്ലാത്തൊരു പെൻസിൽ. എന്താ കാരണം എന്നറിയോ? കോമ്പസ് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ആർക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഫർദർ ആ പോയിൻ്റ് ഇടുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ 2ാമത്തെ പെൻസിൽ വെച്ചിട്ട് വേണം. അപ്പോൾ കോമ്പസിൻ്റെ ആ പെൻസിൽ ഇൻടാക്റ്റായിട്ട് നല്ല ഫൈൻ ഷേപ്പിൽ തന്നെ ഇരിക്കും. മറ്റേ പെൻസിൽ നമുക്ക് വേറെ മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഒരു റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ആ റേഡിയസിലുള്ള ഒരു സർക്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അതാണ് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ വിത്ത് എ ഗിവൺ റേഡിയസ്. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ 4 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഒരു സർക്കിൾ വരയ്ക്കണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇതാ ഒരു 5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് 5ൻ്റെ മീതെയും 0ൻ്റെ മീതെയും ഉണ്ടോ, ഇങ്ങനെയായിട്ട് ആ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ഈ പെൻസിലും ഈ ടിപ്പും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ലെങ്ത്ത് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 5 സെൻറ്റിമീറ്റർ എവിടെയാണോ സർക്കിൾ, ഏത് സെൻറ്റർ ഏതാ വെച്ചിട്ടാണ് സർക്കിൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ കോമ്പസിൻ്റെ ടിപ്പ് കുത്തി വയ്ക്കുക. അതിനുശേഷം
അനങ്ങാതെ ഇങ്ങനെ ഫുൾ റൗണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ സർക്കിൾ ഇങ്ങനെ കിട്ടും. അതായത് ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. എന്താ കാരണം? നമ്മളിവിടെ സ്കെയിലിൽ ഈ കോമ്പസിൻ്റെ പെൻസിലും ടിപ്പും തമ്മിലുള്ള ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആക്കി എടുത്തു സ്കെയിൽ വെച്ചിട്ട്, അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇത് വളരെ സിമ്പിളാണത്. പക്ഷേ ഇതിന് നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒറ്റ സ്ട്രെച്ചിൽ ഇത് വരയ്ക്കണം. അപ്പോൾ നമ്മളിത് പകുതി വരെ വരച്ചിട്ട് കൈയൊന്നും ഇങ്ങനെ നീങ്ങി വിചാരിക്കുക, പിന്നെ വരയ്ക്കുമ്പോൾ അത് സർക്കിളാവില്ല. അപ്പോൾ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത ആ സർക്കിൾ അങ്ങോട്ട് അതേ പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ചിലപ്പോൾ ആ സെൻറ്റർ മാറും. സെൻറ്റർ മാറാണ്ട് അവിടെ തന്നെ ഉറച്ചു നിർത്തിയിട്ട് ഇതാക്കാം. ഇനിയാണ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ. അതായത് ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ലൈൻ സെഗ്മെൻറ്റ്. അത് വളരെ ഈസിയാണ്, അല്ലേ? അതൊരു സ്കെയിൽ എടുത്തേക്കുക. സ്കെയിൽ എടുത്തിട്ട് ഈ സ്കെയിലിൻ്റെ 0 തൊട്ട് 5 സെൻറ്റിമീറ്റർ വരെയുള്ള 2 പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ലൈൻ സെഗ്മെൻറ്റ് കിട്ടും. സിമ്പിളാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 5 സെൻറ്റിമീറ്റർ അളക്കാൻ എടുക്കില്ലേ, അപ്പോൾ ഓൾവേസ് ആ മുകളിൽ നിന്ന് നോക്കണം. ആ 5 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് നോക്കണം, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഒരു ലേശം ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ചെരിഞ്ഞ് നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ് പോകുന്നു, ഇപ്പോഴത്തെ ചെരിഞ്ഞ് നോക്കിയാൽ വേറെ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം, അപ്പോഴേ ആ മെഷർമെൻറ്റ് ശരിക്കും കിട്ടുള്ളൂ. ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടോ തെറ്റുണ്ടാകാനോ ചാൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഈ പറയുന്ന പർപ്പസിനും നമുക്ക് കോമ്പസ് ഉപയോഗിക്കാം. എങ്ങനെയാണ്? ഈ 5 സെൻറ്റിമീറ്റർ ഈ കോമ്പസ് ടിപ്പുണ്ട് ഇങ്ങനെ ഒന്ന് 0-ലും വെച്ചു, മറ്റേത് 5 സെൻറ്റിമീറ്ററിൻ്റെ ഇതിലും വെച്ചു. എന്നിട്ട് അപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ ഇത് മെഷർ ചെയ്ത് കിട്ടി, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരയ്ക്കുക. എന്നിട്ട് അവിടെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഈ 2 എഡ്ജ് ഉണ്ടാവുമല്ലോ, സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 എഡ്ജിലും കുത്തി നിർത്തി ഒരു എഡ്ജിൽ ഒരു ടിപ്പിൽ ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഒരറ്റത്ത് ഈ കോമ്പസിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ആർക്ക് ഈ ലൈൻ സെഗ്മെൻറ്റ് കട്ട് ചെയ്ത് പോകും. ആ കട്ട് ചെയ്ത ജംഗ്ഷൻ ഉണ്ടല്ലോ, ആർക്കും ലൈൻ സെഗ്മെൻറ്റും കൂടി ചേർന്നിരിക്കുന്ന ജംഗ്ഷൻ, അവിടെ നമ്മളൊരു പെൻസിൽ എടുത്തിട്ടൊരു പോയിൻ്റർ വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് മാറ്റി കളയുക. അപ്പോൾ ഇതായിരിക്കും ആ 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ലൈൻ സെഗ്മെൻറ്റ്. മനസ്സിലായില്ലേ? സിമ്പിളാണ്. പിന്നെ ഉള്ളതാണ് ഒരേ ലെങ്ത്തുള്ള 2 ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. നമുക്കൊരു ലൈൻ സെഗ്മെൻറ്റ് ഇവിടെ വരച്ചു എന്ന് വിചാരിക്കുക. അതേ ലെങ്ത്തിൽ വേറൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇതേ മെത്തേഡ് തന്നെ. ഈ കോമ്പസ് ആ 2ൻ്റെ ടിപ്പിൽ വയ്ക്കുക. അപ്പോൾ ആ ഇതിൻ്റെ മെഷർമെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടി. ഇനി ഇത് വേറെ സ്ഥലത്ത് വയ്ക്കുക, 2 പോയിൻ്റർ വയ്ക്കുക, കൂട്ടി യോജിപ്പിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളാണ്. വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി ഏതെങ്കിലും കൂട്ടുകാരോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പോയി കണ്ട് അവരെ കൊണ്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയും വേണം. നമുക്ക് ക്ലാസ് വലുതാക്കി എടുക്കണ്ടേ? അപ്പം ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.